ആലപ്പുഴയിൽ അധ്യാപിക 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതായി പരാതി. പേർക്കാട് സ്കൂൾ പ്രധാനാധ്യാപിക ഗ്രേസിക്കെതിരെയാണ് ഹരിപ്പാട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ശരത് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക് എതിരെയാണ് ജാതി അധിക്ഷേപം നടത്തിയെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നുമുള്ള പരാതിയുള്ളത്. നമുക്ക് അധ്യാപികയുടെ പ്രതികരണം കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുട്ടിക്ക് ഇത് ജാതി അധിക്ഷേപമാണെന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ടോ? ഈ പരാതി യാഥാർത്ഥ്യമുള്ള പരാതിയാണോ? കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും കാര്യം ഒരു അധ്യാപികയാണ്, പ്രധാനാധ്യാപികയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ജാതിയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമെന്ന് നമുക്കൊരു സംശയം. ശരത്, അരുൺകുമാർ, അതായത് കഴിഞ്ഞ ജൂൺ മാസം 18-ാം തീയതിയാണ് ഈ സംഭവം നടന്നതായി പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ, ഈ 2 ദിവസം മുൻപെയാണ് ഇപ്പോൾ ഹരിപ്പാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും ഇത്രയും ദിവസം പോലീസ് സ്വാഭാവികമായും പരിശോധന നടത്തിയ ശേഷമായിരിക്കും എന്തായാലും കേസ് എടുത്തിട്ടുണ്ടാവുക. ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു തന്നെയാണ് എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. പേർക്കാട് LP സ്കൂളിലെ പ്രധാന അധ്യാപിക ഗ്രേസിക്കെതിരെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഈ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ജാതീയമായി അധിക്ഷേപിച്ചു, ഒപ്പം നിറത്തിന്റെ പേര് പറഞ്ഞും അധിക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കേണ്ടത്. എന്നാലും ഈ പരാതിയിൽ പോലീസ് എന്തായാലും ഇപ്പോൾ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഹരിപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കരിങ്കുരങ്ങെന്നും ശാലിനി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മയാണ്. ശാലിനി, നമസ്കാരം. എന്താണ് മോനാണല്ലേ വന്ന് പറഞ്ഞത്? അതെ അതെ, മോനാണ്. എന്താ അമ്മ പറഞ്ഞത്? എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ഹലോ മോനെ, എന്നോട് വന്ന് ഇളയ മോളായിരുന്നു പറഞ്ഞത്. ജൂൺ 7-ാം തീയതി ആയിരുന്നു മോനെ ആദ്യമായിട്ട് പിച്ചുന്നത്. ജൂൺ 17-ാം തീയതി എന്റെ മോനെ പിച്ചി. എന്നിട്ട് ഞാൻ ചേട്ടായി എനിക്ക് സ്കൂളിലെ ടീച്ചർ വെളിയിലോട്ട് വിട്ടില്ല. ചേട്ടായി ക്ലാസ്സിൽ ഇരുന്ന് കരയായിരുന്നു. എന്റെ മോൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ പറയുമ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. രാത്രി ആയപ്പോൾ കൊണ്ട് മോൻ ഭയങ്കര കരച്ചില്. എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മച്ചി ഞാൻ സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് പേടിയാ, എന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു, എനിക്ക് പേടിയാ, മൂത്രം ഒഴിക്കാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പേടിയാ, സ്കൂളിൽ പോകണ്ട, ടീച്ചറിനെ അടിക്കുകയും ചോദിച്ചു. അന്നേരം മോന്റെ അച്ഛനും പറഞ്ഞു നീ മോൻ പോകണ്ട, നാളെ പോകണ്ടെന്ന് പറഞ്ഞു. ആകെ 2 പേരാണ് ആ ക്ലാസ്സിലുള്ളത്, സംജിത്തും മാനവും. ഇവരോടാണ് ഈ ക്രൂരത മുഴുവൻ ചെയ്യുന്നത്. അന്ന് ആകെ ക്ലാസ്സിൽ 2 കുട്ടികളെ ഉള്ളൂ. ആകെ 2 പേരേ ഉള്ളൂ, മാനവും സംജിത്തും മാത്രമേ ഉള്ളൂ. അന്നേരം സർക്കാർ സ്കൂളാണോ അത് അൺഎയ്ഡഡ് ആണോ? എയ്ഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളാണോ? അതെ. അത് ശരി. ആകെ ഇനി 2 കുട്ടികളെ ആ ക്ലാസ്സിലുള്ളൂ, 4ാം ക്ലാസ്സിലുള്ളൂ. 1 തൊട്ട് 4 വരെയുള്ള ക്ലാസ് ആകെ 9 കുഞ്ഞുങ്ങളെ ഉള്ളൂ. ഓ, ഇത് പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ടീച്ചേഴ്സൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പം? അതെ. അപ്പൊ അങ്ങനെ ഞങ്ങള് സംജിത്തിനും കിട്ടി, അന്നൊരു പിച്ച് മാനവനും കിട്ടി. സംജിത്ത് ആ പിച്ച് കൊണ്ട് ബോർഡിൽ എഴുതി 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബോർഡിൽ എഴുതി വരണ്ടേ? കുഞ്ഞ് തെറ്റിച്ചെന്നും പറഞ്ഞ് കുഞ്ഞിനെ പിച്ചിരുന്നു. എച്ചമ്മും കൂടാണിത്. കൊച്ചിനെ പിച്ചാണോ ചെയ്തത്? പിച്ചി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചെന്ന് പാഠം കണ്ടുകൊണ്ട് ഞാൻ ചെന്ന് സ്കൂളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തിനാ ടീച്ചർ ഇവിടെ എന്തുവായിരുന്നു ഇന്നലെ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തിനാ ടീച്ചർ മാനവനെ പിച്ചു? നിന്നെ ഞാൻ പിച്ചിയോടാന്ന് ചോദിച്ചിട്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ പുറയിൽ അങ്ങ് കയറി പേടിച്ച്. ഞാൻ പറഞ്ഞ് അവൻ പറയാ പിച്ചി. നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾ പുലയരല്ലേ, നിങ്ങളെ ഇനി ഇതുപോലൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിത് പ്രശ്നമാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ ക്ലാസ്സിലെ അധ്യാപകരെല്ലാം കൂടെ വന്ന് എന്താ ശാലിനി പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉടുപ്പൊരുക്കണം എൻ്റെ ടീച്ചറെ കണ്ടോ, എൻ്റെ കുഞ്ഞിന്റെ 2 കൈയിന്റെ തോളും പിച്ചി പറിച്ചെടുത്തേക്കെന്ന കണ്ടോ എന്ന് ചോദിച്ചു. പരിക്കുണ്ടോ? 1 മാസമായി പാട് മാറി. എന്റെ കയ്യിൽ ആ ഫോട്ടോയുണ്ട്, ഞാൻ എടുത്ത ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഓ, ആ വട്ടമിട്ട് വെച്ചേക്കുന്നതാണ്, ഇങ്ങനെ നുള്ളിപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? അതെ. ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ളത് ശരിയാണോ? അത് കുട്ടിക്ക് മനസ്സിലായി? ശരിയാണ്. അതെ. അത് കഴിഞ്ഞ് ഈ 2 കുഞ്ഞുങ്ങളോടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ സംഭവത്തിന് ശേഷം പുള്ളിക്കാരി പറയുന്നതാണ് കറുത്തവരെ ഇഷ്ടമല്ല, കറുത്തവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, കരിവേടന്മാര്, കരിങ്കുരങ്ങനെ പൂജിക്കുന്നു, പുലയന്മാര്. എന്തായാലും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കള്ളല്ലേ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വരത്തുള്ളൂ. കരിവേടൻ എന്ന വാക്കോ? പുതിയ വാക്കാണല്ലോ. എന്നോട് വന്ന് എൻ്റെ മോൻ ചോദിച്ചു അമ്മച്ചി പുലയെന്ന് വെച്ചാൽ എന്തുവാണ്? ഞാൻ പറഞ്ഞു അയ്യങ്കാളിയപ്പൻ്റെ വലിയ ആളാ, അപ്പൂപ്പൻ്റെ ആൾക്കാരാ, വലിയ ആളെന്നാ വിളിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ടൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കയറി കഴിഞ്ഞാൽ
നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവുമോ? ഈ കരിവേളം, ഞാൻ പറഞ്ഞ കരിവേളം നമ്മുടെ പാട്ടുകാരൻ മേടനെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു എച്ചമ്മാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലേ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുക, ഒരു കുഞ്ഞിനെയൊക്കെ എങ്ങനെ ആക്ഷേപിക്കാൻ തോന്നുക? അത് 9 പേരുള്ളൊരു സ്കൂള്, കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് അല്ലേ? അപ്പൊ ഈ കുട്ടിക്ക് ഈ 2 കുഞ്ഞുങ്ങള് ഇപ്പൊ മോന്റെ അവസ്ഥ എന്താ? മോനിപ്പോ ഒന്ന് ഓക്കെ ആയോ? മോൻ ഓക്കെ, എന്നാലും കുഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. കുഞ്ഞ് പേടിയാ, സ്കൂളിലോട്ട് പോകുന്ന കാര്യം കുഞ്ഞിന് പേടിയാണ്. ഇപ്പോഴുള്ള അധ്യാപകർ കുഴപ്പമില്ല. സ്കൂളിൽ നിന്ന് മാറ്റിക്കൂടെ ശാലിനി? ഇനി ആ സ്കൂളിൽ എന്തിനാ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ളൊരു ടീച്ചറിന്റെ മുമ്പിൽ എങ്ങനെയാ നമ്മൾ ഈ കുട്ടികളെ വിടുക? ഇപ്പൊ അവര് വരുന്നില്ല. ഇപ്പൊ വരാതായപ്പോഴാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിടാൻ തുടങ്ങിയത്. പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിടുന്നില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരി വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിടാൻ തുടങ്ങിയത്. ഓക്കെ. എന്താ ബാക്കിയുള്ള അധ്യാപകരൊക്കെ സഹകരിക്കുന്നവരാണോ? നല്ലതായിട്ട് സഹകരിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളോട് നല്ല കെയറിങ്ങുമാണ്. ഓക്കെ ഓക്കെ. ഇത് എന്തായാലും ശാലിനി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കാര്യം അതിന് പ്രത്യേക അഭിനന്ദനം. കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പുലയൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലയൻ എന്ന് പറയുന്നത് നമ്മുടെ അയ്യങ്കാളി അപ്പൂപ്പൻ്റെ തലമുറയുടെ പേരാണ്. വില്ലുവണ്ടി ഓടിച്ച് നടന്ന അയ്യങ്കാളി അപ്പൂപ്പൻ്റെ തലമുറയാണ്. ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറയുടെ പേരാണ് പുലയർ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് നന്നായി, അത് അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ സന്തോഷം. അത് അമ്മ എന്ന നിലയിൽ ശാലിനിയുടെ കർത്തവ്യം ചെയ്തു. എന്തായാലും കുഞ്ഞിനെ ഒന്ന് ഹാപ്പിയാക്കി നിർത്തിക്കോളൂ. കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇത് സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീച്ചറിനെതിരെ നടപടി ഉണ്ടാവണം. അതിനകത്ത് ഒരു സംശയമില്ല. ഇതിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു അധ്യാപികയൊന്നും ഒരു നിമിഷം പോലും സർവീസിൽ പോലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവരെന്നോട് പറഞ്ഞോളൂ. അത് ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞാൻ ജൂലൈ 17-ാം തീയതി ഞാൻ കൊണ്ട് പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ. ഞാന് സംജിത്തിന്റെ അമ്മുമ്മ, ഞങ്ങളുടെ വൈഫ് പ്രസിഡന്റ്, ഞങ്ങളെ 20 ദിവസത്തോളം ഞങ്ങളെ കയറി ഇറക്കി പോലീസ് സ്റ്റേഷൻ നടത്തിച്ചു. എന്നിട്ട് CA അവർക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. CA എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് ഈ 2-ാം തീയതി ശനിയാഴ്ച നമ്മളോട് പറയുന്നത്, ആഗസ്റ്റ് 2-ാം തീയതി പറയുന്നത് അവർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ മനുഷ്യരാണോ, അവരുടെ കേസ് ഞങ്ങൾ ഒത്തുതീർപ്പാക്കി കൊടുക്കണം, കേസ് പിൻവലിക്കണം. അപ്പൊ എന്റെ വക്കീൽ ചോദിച്ചു, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ട് നാളെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച സാറ് ആ കേസ് പിൻവലിക്കുമോ? അന്ന് തൊട്ട് അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. SI ആയാലും CI ആയാലും. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇവർ പുലയരായതുകൊണ്ടാണ് ഈ 20 ദിവസം രാവിലെ 10:30 ആകുമ്പോൾ ഞങ്ങൾ ചെല്ലും, 4-4:30 വരെ ഞങ്ങളെ അവിടെ ഇരുത്തി. എന്നിട്ട് പറയും നാളെ വാ. ഇത് തന്നെയാണ് അവർ പോലീസ് അങ്ങനെ ചെയ്തിട്ട് ശരിയല്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവ് അല്ലേ? ഇതിനല്ലേ പോലീസാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവസാനം ഞങ്ങൾ DYSP വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് കേസ് എടുക്കുന്നില്ല, അത് ഉത്തരം ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ബലം പ്രയോഗിച്ചപ്പോഴാണ് DYSPയെ വിളിച്ച് കേസ് FIR ഇട്ട് രജിസ്റ്റർ ചെയ്തത്. എന്നിട്ടാണ് 3-ാം തീയതി ICV സീരിയസ് ആയിട്ട് കിടക്കുവാന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച് ആ പുള്ളിക്കാരി അമൃത TVയിൽ അത്രയേ ഒച്ചത്തിൽ സംസാരിച്ചത്. CACS ആയിട്ട് കിടക്കുവാന്ന് പറഞ്ഞ് HM ആണ് 3-ാം തീയതി കിടന്ന് പ്രശ്നം. ആശുപത്രിയിലാണോ ഈ HM ഉള്ളത്? ഇല്ല, അത് കള്ളത്തരമായിരുന്നു. എന്താല്ലേ? ഓക്കെ. എന്തായാലും ശാലിനി, എന്തായാലും കുട്ടിയെ എന്താണ് വളരെ ഹാപ്പിയാക്കി നിർത്തൂ. അവൻ്റെ മനസ്സ് ഒന്ന് ഉലിഞ്ഞു പോകരുത്. ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച് കഴിഞ്ഞാൽ ഏത് കുഞ്ഞിൻ്റെ 4 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ ഇതേപോലെ അതെ ഒട്ടും ന്യായമായ കാര്യമല്ല. മാത്രമല്ല അമ്മയ്ക്ക് ഒരു അഭിനന്ദനം കൂടി. കാര്യം അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കുട്ടികളെ ആക്ഷേപിക്കുന്ന സമയത്ത് കരിമ്പേടൻ എന്നാണ് അത്രയും വിളിച്ചത്. ഞാനാണ് നമ്മുടെ പാട്ടുകാരൻ വേടനല്ലേ, വേടനെക്കുറിച്ചാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ആ പുലയനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയ്യങ്കാളി